ഹലോ ഗായ്സ്, മച്ചന്മാരെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമ്മുടെ കൈൻമാസ്റ്ററിൽ എങ്ങനെ ഡ്രോയിങ് രൂപത്തിൽ എഡിറ്റ് ചെയ്യാമെന്നാണ്. ഡ്രോ ചെയ്യുന്ന ഒരു എഫക്റ്റ് നമുക്ക് കൈൻമാസ്റ്ററിൽ കൊടുക്കാൻ കഴിയും. അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് നമ്മൾ അതിനാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനായി ജസ്റ്റ് ക്രോമിൽ പോവുക. ക്രോമിൽ പോയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഹാൻഡ് വിത്ത് പെന്നോ പെൻസിലൊന്നോ അവിടെ പെൻസിൽ കൊടുക്കുക. പെൻസിൽ അതിന് കൂടെ ട്രാൻസ്പാരൻ്റ് ഇമേജ് എന്നും കൂടി ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ കാണുകയും കുറേ നമുക്ക് ആവശ്യമുള്ള ഇപ്പോൾ ഞാനിവിടെ എനിക്ക് ആവശ്യമുള്ളൊരു പിക്ചർ സെലക്ട് ചെയ്തിട്ടുണ്ട്. നേരെ പോയി ഡൗൺലോഡ് ചെയ്യുക ഇമേജ്. ഓക്കെ, ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരെ പോയിട്ട് remove.bg എന്നൊരു ഈ ഒരു വെബ്സൈറ്റ് remove.bg എന്ന് സെർച്ച് ചെയ്താൽ, ഞാൻ ഓൾറെഡി സെർച്ച് ചെയ്തുകൊണ്ടാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഒരു വെബ്സൈറ്റ്. എന്നിട്ട് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത ഈ ഒരു പിക്ചർ സെലക്ട് ചെയ്തുകൊണ്ട് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അപ്ലോഡ് ചെയ്ത് നമ്മളുടെ റിസൾട്ട് വന്നു. നമ്മൾ ഇമേജ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. അതിനെന്ന് വെച്ചാൽ ട്രാൻസ്പാരൻ്റ് ആയാണ് ഇമേജ് കിട്ടണം. നമ്മൾ ആ ഡൗൺലോഡ് ചെയ്യുന്നത് എല്ലാ ഇമേജസും ട്രാൻസ്പാരൻ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് നമ്മളൊന്നും കൂടി ട്രാൻസ്പാരൻ്റ് ആക്കി കൊടുക്കുക. ഇത് ട്രാൻസ്പാരൻ്റ് എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഇറേസ് ചെയ്യുക. അതാണ് അങ്ങനത്തെ ഒരു ഇമേജാണത്. ബാക്ക്ഗ്രൗണ്ട് ആ കൈ മാത്രം ഉണ്ടാവുള്ളൂ. നമ്മളുടെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ കൈൻമാസ്റ്ററിലോട്ട് വരിക. ഇപ്പോൾ നമ്മളുടെ കൈൻമാസ്റ്റർ ഇവിടെ ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളൊരു റേഷ്യോ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഇമേജ്, ഏത് ഇമേജാണോ കൊണ്ടുവരേണ്ടത് അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അതായത് ഞാനിവിടെ ഒരു സൈക്കിളിൻ്റെ പിക്ചറാണ് കൊണ്ടുവരുന്നത്. അതിന് മുമ്പ് ആദ്യം നിങ്ങളൊരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ആവശ്യമുള്ള ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, എന്നിട്ട് ഇതിന് ലെയർ ആയാണ്ട് നമുക്ക് ആവശ്യമുള്ള പിക്ചർ സെലക്ട് ചെയ്യുക. ഇവിടെ സൈക്കിളാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഈ ഒരു സൈക്കിൾ ഇത് കണ്ടാലൊരു ജസ്റ്റ് ഒന്ന് വരച്ചൊരു ലുക്കുള്ളൊരു സൈക്കിളാണ്. അതുകൊണ്ട് ഈ ഒരു സൈക്കിൾ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു. നമുക്ക് ആവശ്യമുള്ള സൈസിലാക്കുക. ഓക്കെ, ആവശ്യമുള്ള സൈസിലാക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നേരെ പോയി ഈ ആനിമേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ഏത് രീതിയിലാണ് ഈ ഒരു പിക്ചർ വരേണ്ടതെന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് പോയിട്ട് ഈ ഒരു വൈപ്പ് റൈറ്റ് എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഈ ഒരു സ്പീഡ് ഏറ്റവും ലോ ആക്കുക. എന്നിട്ട് നേരെ പോവുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് ആ ഒരു ഹാൻഡിൻ്റെ ഇമേജ് എന്നിട്ട് കൊണ്ടുവരിക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കാണാം ഈ ഒരു ഹാൻഡിൻ്റെ ഇമേജിന് ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ല. ഈ ഒരു ജസ്റ്റ് കൈ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയാണ് നിങ്ങൾ നോക്കാൻ പോകുന്നത്. നേരെ ഈ ഒരു ഇമേജ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോവുക. നമ്മൾ പെൻസിൽ കൊണ്ടുപോയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ആദ്യം തുടങ്ങുന്ന രീതിയിലാക്കിയിട്ട് ഈ ഒരു കാണുന്നൊരു കീ ആണ്, അതിൻ്റെ പേരാണ് ആനിമേഷൻ കീ. ഈ ഒരു കീ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാൻ ഈ ഒരു അടിഭാഗത്ത് ഇത് അങ്ങോട്ട് നീക്കുക. വെല്ലം ഒന്ന് നീക്കിയാൽ ജസ്റ്റ് ഒന്ന് അത് വരുന്നത് കാണാൻ കഴിയും. പിക്ചർ അതിനനുസരിച്ച് അതിൻ്റെ ശേഷം ഈ ഒരു ഭാഗം ഏറ്റവും അടിക്കും. പിന്നെ ജസ്റ്റ് ഒന്ന് വീണ്ടും അതേപോലെ ഒന്ന്
ജസ്റ്റ് ഒന്ന് നീക്കുക. അത് കുറച്ച് നീക്കിയാൽ മതി. അല്ല, ഇതിൻ്റെ യഥാർത്ഥ എഫക്റ്റ് കിട്ടുള്ളൂ. കുറേ നീക്കാൻ പാടില്ല. എന്നിട്ട് മേലെ ഇങ്ങനെ ഇതുപോലെ കുറച്ച് ചെയ്യുക. അപ്പോൾ ഗായ്സ്, നമ്മളുടെ ഒരു വർക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ അത് കുറച്ച് ഭാഗം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അത് അവസാനം വരെ നിങ്ങൾ അതുപോലെ കണ്ടിന്യൂസ് ആയി ഒരു പിക്ചർ ഫുൾ വരുന്ന രീതിയിൽ ചെയ്യുക. എൻ്റെതായി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെയാണ് കിട്ടൽ. ഇതാണ് നമ്മളുടെ വീഡിയോ. ഇതുപോലെ എങ്ങനെ പിക്ചേഴ്സ് വരയ്ക്കുന്ന മോഡലിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കിയത്. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു കീ ചിഹ്നമാണ്. കൈൻമാസ്റ്റർ പലർക്കും അറിയില്ല ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന്. അതുപോലെ ഈ ഒരു കീ, ഇങ്ങനത്തെ ഒരു ആനിമേഷൻ എഫക്റ്റ് ഇതിൽ ചെയ്യാൻ പറ്റുമെന്ന് പലർക്കും അറിയും കൂടിയില്ല. ഈ ഒരു കീനെ കുറിച്ചാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.